ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ മാത്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 17ാമത്തെ പേജ് മുതലാണ്. അപ്പോൾ സമാന്തര വരകൾ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വരച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണ്ടിയവരൊക്കെ ആദ്യം അത് പോയിട്ട് കാണണേ. എന്നിട്ട് നമുക്ക് വർക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രത്തിലെ സാമാന്തരികം തന്നിരിക്കുന്ന അളവുകളിൽ വരയ്ക്കാനാണ്. ഡ്രോ ദ പാരലലോഗ്രാം ബിലോ വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. തന്നിട്ടുള്ള അളവുകൾ വെച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. ഏതൊക്കെയാ? ഒരു സാമാന്തരികം തന്നിട്ടുണ്ട്. അതിൽ 3 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ നീളം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 60 ഡിഗ്രി അല്ലേ, 60 ഡിഗ്രി ആണെന്ന് ഒരു കോണ് എന്ന് തന്നിട്ടുണ്ട്. ബാക്കി 3 ഭാഗങ്ങൾ 3 കോണുകൾ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. കാൽക്കുലേറ്റ് ദ അതർ 3 ആംഗിൾസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ആ സാമാന്തരികം വരയ്ക്കാൻ വേണ്ടിയിട്ട് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈന് വരയ്ക്കണം. അതിന് നമുക്ക് എ ബി എന്ന് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഇവിടെ ഉള്ളത് 60 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്, 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ എടുക്കാം. അതിനുശേഷം ഇവിടെ എ എവിടെയാണോ തുടങ്ങുന്നത് അവിടെ പ്രൊട്രാക്ടറിൻ്റെ നടുക്കുള്ള ഈ ലൈനാണ് കേട്ടോ വരേണ്ടത്. എന്നിട്ട് വെക്കുക. എന്നിട്ട് ഈ ഭാഗത്തേക്ക് ബിയുടെ ലൈന് പോകുന്നത് ഈ ഭാഗത്തേക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള 0 തുടങ്ങാം. ഇവിടെ ഉള്ള 0 60 ഡിഗ്രി എടുക്കണം. അപ്പോൾ ഇവിടെ അല്ലേ ഇതാ 0 10 മുതൽ ഇവിടെ 60. അപ്പോൾ 60ൽ ഒരു കുത്തിട്ട് കൊടുക്കുക. അതിനുശേഷം അവിടെ നീട്ടി വരയ്ക്കാം. എ എന്നുള്ള പോയിന്റിൽ നിന്ന് ആ 60 ഡിഗ്രി അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് നീട്ടി വരയ്ക്കാം. അപ്പോൾ നമുക്ക് 2 ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പത്തിൽ ഇവിടെ 60 ഡിഗ്രി എന്ന് എഴുതാം. അത് നമുക്കറിയാം, ഇതൊരു സാമാന്തരികം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ വശത്ത് ഇതും എന്താണ്? ആന്തരിക സഹകോണാണ് അല്ലേ. അപ്പം ഇതും കൂടെ കൂട്ടുന്ന സമയത്ത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പം 180ൽ നിന്ന് 60 പോയാൽ ബാക്കി ഇവിടെ എത്രയാ? 160 അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക. അതിനുശേഷം ഈ ഭാഗത്തേക്ക് എയുടെ ഭാഗത്തേക്കാണ് ലൈന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള 0 120 ഡിഗ്രി എടുക്കുക. ഇങ്ങനെ മുകളിലുള്ള ആ 0 കേട്ടോ വരിക. അപ്പോൾ ഇവിടെ 120ൽ ഇവിടെ ഒരു കുത്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നീട്ടി വരയ്ക്കാം. ബി എന്ന ലൈനിന് ഇവിടേക്ക് നീട്ടി വരയ്ക്കുക. അപ്പോൾ ഇതെത്രയാണ്? ഇത് 120 ഡിഗ്രിയാണ്. ഇനി നമുക്കത് തന്നിട്ടുള്ളത് മുകളിലേക്ക് 3 സെൻറ്റിമീറ്റർ ആണ്. ഇവിടുന്ന് ഇവിടെ 3 സെൻറ്റിമീറ്റർ നമുക്ക് അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ ഇവിടെയും 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ 2 കോണും 60ഉം 120ഉം ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 120ൻ്റെ നമുക്ക് സി ഡി എന്ന് വേണേൽ പേര് കൊടുക്കാം. ബിയുടെ ഓപ്പോസിറ്റ് ആണ് എന്ത്? സി. അപ്പോൾ എതിർ കോണുകൾ എന്താണ്? തുല്യമായിരിക്കും. അപ്പം 120 ഡിഗ്രിയാണ്. എ എന്നുള്ള കോണിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡി എന്നുള്ള കോൺ. അപ്പോൾ അതും തുല്യമാണ്. അപ്പോൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് അളക്കാതെ തന്നെ എന്താണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. ഇനി നിങ്ങൾക്ക് സെറ്റ് സ്ക്വയറും സ്കെയിലും കൂടെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാട്ടോ. അതിലും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 5 സെൻറ്റിമീറ്റർ അളക്കാതെ തന്നെ ഇവിടെ 5 ആയിരിക്കും, ഇവിടെ 3 ഇവിടെ 3 ആയിരിക്കും കേട്ടോ. അപ്പോൾ സാമാന്തരികമാണിത്. ഞാൻ റഫായിട്ട് വരച്ചാണ്, ഒന്നുകൂടി ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോൺ എ തന്നിട്ടുണ്ട്. കോൺ എ സമം 60 ഡിഗ്രിയാണ്. അപ്പോൾ കോൺ എയും കോൺ എക്ക് സമമായിരിക്കും ഏത്? കോൺ ഡി അല്ലേ. എന്തുകൊണ്ടാ? കോൺ എയുടെ എതിർക്കോണാണ് കോൺ ഡി. അപ്പോൾ അത് രണ്ടും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ 60 കിട്ടിയല്ലോ. പെട്ടെന്ന് കിട്ടാനുള്ള മാർഗങ്ങളാട്ടോ. അപ്പോൾ അവിടെ 60 കിട്ടിയേ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോൺ സി കണ്ടുപിടിക്കാം. കോൺ സി സമം എന്താണ്? കോൺ സി കണ്ടുപിടിക്കണമെങ്കിൽ കോൺ എ പ്ലസ് കോൺ സി എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അത് എന്തുകൊണ്ടാണ്? ആന്തര സഹകോണുകളാണ് അല്ലേ. കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ കോൺ എ പ്ലസ് കോൺ സി എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോൺ സി കണ്ടുപിടിക്കണമെങ്കിൽ
എന്ത് ചെയ്യുക? 180 ഡിഗ്രി മൈനസ് കോൺ എ എത്രയാ? 60 അല്ലേ? 60 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 120 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാ? കോൺ സി സമം 120 ഡിഗ്രി. കോൺ സി സമം 120 ഡിഗ്രി. ഇനി നമുക്ക് കോൺ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. കോൺ സിയുടെ എതിർക്കോണല്ലേ കോൺ ബി അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ഈക്വൽ അല്ലേ? എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ. അപ്പോൾ ഇത് രണ്ടും എതിർക്കോണായതുകൊണ്ട് ഈക്വൽ ആണ്. അപ്പോൾ കോൺ സിക്ക് ഈക്വൽ ആണ് ആര്? കോൺ ബി. എത്രയാ? 120 ഡിഗ്രി. കാരണം നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതുക കേട്ടോ, ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എതിർക്കോണാണെന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ സിമ്പിളായി വരയ്ക്കേണ്ടതും പഠിച്ചു, അളവുകളും കണ്ടുപിടിച്ചു അല്ലേ? ഇനി ചിത്രത്തിൽ താഴത്തെയും മുകളിലെയും നീല വരകൾ സമാന്തരമാണ്. പച്ച വരകൾക്കിടയിലെ കോൺ കണക്കാക്കുക. നമുക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. മുകളിലുള്ള ഈ വരയും ഈ താഴെയുള്ള വരയും തമ്മിൽ പാരലലാണ് കേട്ടോ, സമാന്തരമാണ്. അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള കോണ് എത്രയാണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന കോണുകളും പോയിന്റുകൾക്കൊക്കെ നമുക്ക് ലൈനിനൊക്കെ എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമുക്കൊരു പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എ ബി അല്ലേ? എ ബി എന്നുള്ള ഒരു ലൈനാണിത്. ഇവിടെ നമുക്ക് സി ഡി കൊടുക്കാം. ഇനി ഇവിടെ ഈ പോയിന്റിൽ നമുക്ക് എന്ത് കൊടുക്കാം? പി ക്യു ആർ. ഇത്രയും പോരെ? ഇത്രയും കൊടുക്കാം. ഇനി നമുക്ക് ഈ ലൈന് ഈ നടു കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ നമ്മളൊരു ലൈന് വരയ്ക്കണം. ഈ നടു കൂടെ വരയ്ക്കണം. അപ്പം ഞാൻ വരച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ചുവന്ന മഷി കൊണ്ട് ഒരു ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈന് നമുക്കൊരു പേര് കൊടുക്കണ്ടേ? എന്ത് കൊടുക്കാം? പി ക്യു ആർ കൊടുത്തിട്ടുണ്ട് അല്ലേ? എസ് കൊടുക്കാം. ഇവിടെ ടി കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു കോൺ എന്ന് പറയുന്നത് ഏതാണ്? ബി പി ക്യു അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം അല്ലേ? മുകളിൽ എഴുതാം ബി പി ക്യു സമം എത്രയാ? 40 ഡിഗ്രി, 40 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഈ കോണിൻ്റെ ആൾട്ടർനേറ്റീവ് ആംഗിൾ ഏതാണ്? മറുകോൺ ഏതാണ്? ഇവിടെയാണ് അല്ലേ? പി ക്യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈന് എ ബി അതുപോലെ തന്നെ എസ് ടി എന്നുള്ള രണ്ട് പാരലൽ ലൈൻസിനെ കടന്നു പോവുകയാണ് പി ക്യു എന്നുള്ള ലൈന്. അപ്പോൾ ഒരു ഭാഗത്തുള്ള കോൺ ഇതും അതിൻ്റെ മറുകോണ് ഇവിടെയും. അപ്പോൾ ഏതാ വരിക? പി ക്യു എസ് ആണ് മറുകോണ്. പി ക്യു എസ്. അപ്പോൾ അതെത്രയായിരിക്കും? ബി പി ക്യു 40 ആയാൽ പി ക്യു എസ് എത്രയായിരിക്കും? മറുകോണ് തുല്യമാണ് അല്ലേ? ആൾട്ടർനേറ്റീവ് ആംഗിൾസ് തുല്യമാണ്. അപ്പോൾ അതും 40 ഡിഗ്രി ആയിരിക്കും. അതിന് നമുക്ക് ആദ്യം ഇവിടെ എന്തെഴുതാം? ബി പി ക്യു സമമാണ് എന്ത്? പി ക്യു എസ് കേട്ടോ. പി ക്യു എസ് എന്നിട്ട് എഴുതിയാൽ മതി ഇത്. ഇപ്പോൾ ബി പി ക്യു സമം 40 ആണെങ്കിൽ പി ക്യു എസ് 40 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 40 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ള ഏതാണ്? ഇവിടെയുള്ള അളവ് തന്നിട്ടുണ്ട്. ഇത് ഏതാണ്? ക്യു ആർ ഡി അല്ലേ? ക്യു ആർ ഡി അതിന് സമമാണ് ഏത്? ഇതിൻ്റെ മറുകോൺ ഏതാണ്? ഇവിടെ. അപ്പോൾ ഏതാണത്? ആർ ക്യു എസ്. അപ്പോൾ ക്യു ആർ ഡിക്ക് സമമാണ് ആർ ക്യു എസ്. അപ്പോൾ എത്രയാണ്? ക്യു ആർ ഡി 50 ആണെങ്കിൽ എത്രയായിരിക്കും? ആർ ക്യു എസും 50 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെയും 50 ഡിഗ്രി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആർ ഈക്വൽ. മറുകോണുകൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഇതിൻ്റെ മറുകോൺ ഇതായതുകൊണ്ട് ഇവിടെ 50, ഇതിൻ്റെ മറുകോൺ ഇതായതുകൊണ്ട് ഇവിടെ 40. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എല്ലാ അളവുകളും കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പോയിന്റിലെ അളവ് എത്രയാ? ക്യൂ. അതായത് പി ക്യു ആർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു നെയിം കൊടുക്കാം കേട്ടോ. കോൺ പി ക്യു ആർ സമം എത്രയാ? ഇവിടെ 40 + 50 അല്ലേ? എത്ര വരും?
90 ആണ് കേട്ടോ. അപ്പം നടുവിലത്തെ ആ ആംഗിളിൻ്റെ ആൻസർ വരിക. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഒരു മനസ്സിലൊരു ലൈൻ അവിടെ വരച്ച് 2 ആക്കിയതിന് ശേഷം ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എത്രയാണ് 40 + 50 90 ആണ് ആൻസർ വരിക. എളുപ്പമല്ലേ മക്കളെ? അതിൻ്റെ മുൻപായിട്ട് ഈ 40 ഏതാന്ന് വേണമെങ്കിൽ മക്കൾക്ക് എഴുതാം കേട്ടോ. കോൺ PQS പ്ലസ് കോൺ SQP. കോൺ PQS പ്ലസ് കോൺ SQP അങ്ങനെ എഴുതാം. എന്നിട്ട് PQS എത്രയാ? 40 ആണ്. SQS എന്ന് പറയുന്നത് SQR എന്ന് പറയുന്നത് എത്രയാ? ഇവിടെ 6 ആണ് കേട്ടോ. SQR SQR 50 ആണ്. അപ്പോൾ അങ്ങനെ അവിടെ എഴുതാം. അപ്പോൾ 90 കേട്ടോ. പിന്നെ എല്ലാ സ്ഥലത്തും കോണെന്ന് ഇടാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ ഇട്ട് കൊടുക്കണേ. പറയുന്നുണ്ട്, എഴുതുമ്പോൾ അങ്ങ് വിട്ടുപോയതാണ്. അപ്പോൾ അവിടെയൊക്കെ കോണെന്ന് എഴുതണം കേട്ടോ, വിട്ടുപോയ സ്ഥലത്തൊക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ ഇടത്തോട്ട് ചെരിഞ്ഞ വരകളുടെ ജോഡിയും വലത്തോട്ട് ചെരിഞ്ഞ വരകളുടെ ജോഡിയും സമാന്തരമാണ്. In the figure, the pair of lines slanted to the left are parallel and also the pair of lines slanted to the right. Draw this figure. ഈ ചിത്രം വരയ്ക്കാനാണ് കേട്ടോ. ഞാനിവിടെ ഇതുപോലൊരു ചിത്രം റഫാക്കി വലുതാക്കി വരച്ചിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊക്കെയാണ് പിന്നെ സമാന്തര വരകൾ, പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഈ ലൈനും ഇടത്തോട്ട് പോകുന്ന 2 ലൈൻ. അപ്പോൾ ഏതൊക്കെയാ? ഒന്ന് ഇതും ഇതും അല്ലേ? ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. അതുപോലെ ഇതുപോലെ വലത്തോട്ട് പോകുന്ന 2 ലൈൻസ്, ഇത് രണ്ടും പാരലലാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് പോകുന്നത് കണ്ടോ? അപ്പോൾ അത് രണ്ടും ഇതുപോലെ, ഇത് രണ്ടും ഒന്നാമത്തത് ഇതുപോലെ ഉണ്ടാവും, രണ്ടാമത്തതോ ഈ ഒരു ഭാഗത്തേക്ക് അല്ലേ? ഇപ്പോൾ രണ്ടും പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് ഈ അളവിൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റണം. അതിന് നമുക്ക് അളവുകൾ മനസ്സിലാവണ്ടേ? അപ്പോൾ ഇവിടെ അങ്ങ് കൂട്ടി യോജിപ്പിക്കുക. ഈ കുത്തുകൾ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവാൻ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഈ ഒരു ലൈനും മാത്രം എടുക്കാം. കുത്തുകളായിട്ട് യോജിപ്പിക്കുകയാണ് കേട്ടോ. യോജിപ്പിക്കും പോലെ കാണിക്കാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. താഴോട്ട് റെഡ് കൊണ്ട് വരച്ചാൽ കുഴപ്പമില്ലല്ലോ, താഴോട്ട് നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. നിങ്ങൾ വരയ്ക്കേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി വേണമെങ്കിൽ ഇങ്ങനെ കുത്തിട്ട് വരച്ചോളൂ. അപ്പോൾ ഈ ഒന്നാമത്തെ ഈ 2 ലൈന് എന്താണ്? പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ അതിന് നടുവിലൂടെ പോകുന്ന ഈ ഒരു ലൈന് കണ്ടോ? ഇത് നമുക്കിങ്ങോട്ട് നീട്ടി വരയ്ക്കാം. അത് നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്ത് കിട്ടുമ്പോൾ അതിനൊരു പേര് അങ്ങോട്ട് കൊടുക്കാം അല്ലേ? ഇവിടെ A കൊടുക്കാം, ഇവിടെ B കൊടുക്കാം, പിന്നെയോ ഇവിടെ C, ഇവിടെ D, ഇവിടെ E കൊടുക്കാം. ഇതുപോലെ അങ്ങ് കൊടുക്കാം പേര്. അപ്പോൾ ഈ AC നമുക്ക് പറയാൻ എളുപ്പമാണ്. ACയുടെ പാരലൽ ലൈനാണ് ഏത്? BD എന്ന് പറയുന്നത്. അതിനെ കടന്നു പോകുന്ന ലൈനാണ് ഏത്? AD. അപ്പം നമുക്ക് ഇവിടെ CAD എത്രയാ തന്നിട്ടുണ്ട്? 40 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു രണ്ട് സമാന്തര വരകളെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ എന്താണ് ഇവിടെ? നമുക്കറിയാലോ ഇതെന്താണ്? ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്, മറുകോണാണ്. അപ്പോൾ ഇവിടെ എത്രയാ? 40 ഡിഗ്രിയാണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ പാരലൽ ലൈൻസ് നോക്കാം. ഇതും അല്ലേ? അതായത് AD എന്ന് പറയുന്ന ഒരു ലൈനും BE എന്ന് പറയുന്ന ഒരു ലൈനും, അതിനെ കടന്നു പോകുന്ന ലൈനാണ് ഇത് BD. അപ്പോൾ ഇവിടെ നമുക്ക് D എന്നുള്ളത്, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ADB 40 ആണെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആംഗിൾ ഏതാണ്? മറുകോൺ ഏതാണ്? ഇവിടെ അല്ലേ? DBE. അപ്പോൾ ഇതും 40 ആണ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് 3 ലൈൻസ് കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടേ? ഈ ഒന്നാമത്തെ ലൈൻ ഇത് രണ്ടും നമ്മൾ എടുത്ത് എന്ന് വിചാരിക്കുക. ഇവിടെ കടന്നു പോകുന്ന ലൈൻ ഒന്നാമത്തേതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ 40 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പാരലൽ ലൈൻസ് എടുക്കുമ്പോൾ ഈ ലൈനും എടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള കോണും എന്താണ്? ആന്തര സഹകോണുകളാണ് അല്ലേ? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്.
അപ്പം ഇത് രണ്ടും കൂട്ടുന്ന സമയത്ത് ഇവിടെ ആ ഒരു കോണിന് രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഈ കോണും തമ്മിൽ എത്രയാണ്? രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടണം? 180 കിട്ടണം, അന്തരസഹകോണുകൾ. അപ്പോൾ ഇത് ഒന്നാമത്തെ കോണ്, ഇവിടെ രണ്ടാമത്തത്, ഇവിടെ മൂന്നാമത്തത്. അപ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പം നമുക്കറിയാം ആന്തരസഹകോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 അതിൻ്റെ ഒരളവ് തന്നിട്ടുണ്ട്, 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 40 ഡിഗ്രി തന്നാൽ 180-ൽ നിന്ന് 40 മൈനസ് ചെയ്താൽ എത്രയാ? 140. അപ്പോൾ ഇതിൻ്റെത് എത്രയായിരിക്കും? ഇത് 70-ഉം ഇത് 70-ഉം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ 70 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 70-ഉം 70-ഉം 140-ഉം 40-ഉം 180 ഡിഗ്രിയാണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ മക്കൾക്ക് കൺഫ്യൂഷൻ ആയോ എന്നറിയില്ല. ഇതൊരു വലിയ കോണാണ് കേട്ടോ. ഈ ഒന്നാമത്തെ പാരലൽ ലൈനിലെ വലിയ കോണാണ് ഇവിടെ, ചെറിയ കോണ് ഇവിടെ. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ ഇവിടെ 40 തന്നതുകൊണ്ട് തന്നെ ബാക്കി 180-ൽ നിന്നും 40 മൈനസ് ചെയ്താൽ എത്രയാ? 140. അപ്പോൾ 70. അപ്പം നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് വരച്ച് നോക്കാമല്ലോ. ഇവിടുത്തെ അളവുകൾ കിട്ടിയാൽ വരയ്ക്കാം. ആദ്യം ഞാനിവിടെ കറക്റ്റ് 2 സെൻറ്റിമീറ്റർ നീളത്തിലൊരു ലൈന് വരച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. AB എന്ന് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് പ്രൊട്രാക്ടർ ഇവിടെ വെക്കണം. ഇവിടെ എത്രയാ നമുക്ക് അളവ് തന്നിട്ടുള്ളത്? 40 തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 70-ഉം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 70-ഉം 40-ഉം എത്രയാ? 130. അപ്പോൾ 70-ൻ്റെതും 40-ൻ്റെതും സ്ഥാനത്ത് നമ്മൾ കുത്തിടണം. അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ ഈ ലൈനിൽ ഇവിടെ വെക്കാം, കറക്റ്റ് ഇവിടെ വെക്കണം. എന്നിട്ട് ഈ ലൈന് നേരെയാക്കണം. അപ്പോൾ ഈ ഭാഗത്തേക്ക്, ബീൻ്റെ ഭാഗത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള 0 എന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ എത്രയാ? 70-ഉം 40-ഉം 110. അപ്പോൾ ഇവിടെ 110-ലൊന്നും 70-ലൊന്നും സ്ലോ ഇവിടെ ഇങ്ങനെ റെഡിക്ക് വെക്കുക. അതിനുശേഷം 0 ഇങ്ങനെ ഫസ്റ്റ് 70-ലൊന്ന്, പിന്നെ 70-ൽ നിന്ന് പിന്നെ 40 എന്ന് പറയുമ്പോൾ 110, 110-ലൊന്ന്, എന്നിട്ട് അത് വരയ്ക്കാം. അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് 40, ഇവിടെ 70 എന്ന് കിട്ടി. നമുക്ക് 110 എന്നുള്ള സ്ഥലത്ത് ആദ്യം 70 നമ്മൾ അടയാളപ്പെടുത്തി. പിന്നെ 70-ൽ നിന്ന് 80, 90, 100, 110. 110 ആകുമ്പോഴാണ് 40 ആവുക. അപ്പോൾ 40-ലും അടയാളപ്പെടുത്തി, രണ്ടും നീട്ടി വരച്ചു. ഇനി ബിയിൽ ഏതാ വേണ്ടത്? 70-ഉം വേണം, അതുപോലെ തന്നെ 40-ഉം വേണം. അതിന് നമ്മൾ പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. ഈ കറക്റ്റ് ഈ ലൈനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ലൈനിൽ അല്ലേ, എയുടെ ഭാഗത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് ഇവിടെയുള്ള 0 എന്ന് 70-ലും അതുപോലെ തന്നെ ഏതാണ് 70-ലും 40-ലും അടയാളപ്പെടുത്തണം. 40 എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള 40 അല്ല കേട്ടോ, 70 കഴിഞ്ഞിട്ടൊരു 40. അപ്പോൾ ഇവിടെ 10, 20, 30, 40 അല്ലേ? 110-ലും 70-ലും അടയാളപ്പെടുത്താം. 70-ൽ അടയാളപ്പെടുത്തിയത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിയിൽ നിന്നും ഈ ലൈനിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതാ ഇതുപോലെ ബിയിൽ നിന്നും ഈ ഒരു ലൈനിലേക്ക്, ഈ ഒരു കുത്തിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ അതാ ഇവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എത്രയായിരുന്നു? ഇവിടെ 70 അടയാളപ്പെടുത്തിയതുണ്ട്. അതും സ്കെയിൽ ഉപയോഗിച്ചിട്ട് നീട്ടി വരയ്ക്കാം. അപ്പോൾ അതാ നീട്ടി വരച്ചു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഇവിടെ 70, ഇവിടെ 40. അപ്പോൾ ഇത് എന്താണ്? ചിത്രം നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല അല്ലേ? ഇതെന്താണ്? ഇത് വേണ്ട, നിങ്ങൾ പെൻസിലുകൊണ്ട് വരച്ചിട്ട് ഇവിടെ അങ്ങ് മായ്ച്ച് കളയാം. അതുപോലെ തന്നെ ഇത് ഡോട്ടായിട്ടാണല്ലോ ഇട്ടിട്ടുള്ളത്. അത്രയും പോക്കിയാൽ എന്തായി? W ആയില്ലേ? ഇങ്ങനെ 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 ഇങ്ങനെ. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ത്രികോണ കണക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അത് പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഒരു ത്രികോണത്തിൻ്റെ, ഒരു ട്രയാങ്കിളിൻ്റെ
മൂന്ന് ആംഗിളും കൂടെ കൂട്ടുന്ന സമയത്ത്, മൂന്ന് കോണുകളും കൂടെ കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടണം? 180 ഡിഗ്രി, 180. ഇത് മൂന്നും കൂടെ അളവുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ഏത് ത്രികോണത്തിൻ്റെയും കോണുകളുടെ എല്ലാം തുക 180 ആണ്. ദ സം ഓഫ് ആംഗിൾ ഓഫ് എനി ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഓക്കെ അല്ലേ? അത് നമ്മൾ വിചാരിക്കും പോലെ ഇതേ ഷേപ്പിലുള്ള ട്രയാങ്കിൾ ഒന്നും ആവണമെന്നില്ല. ഇങ്ങനെ ആയാലും ഏത് ഷേപ്പിലുള്ള ട്രയാങ്കിൾ ആയാലും അതിൻ്റെ ഉള്ളിലുള്ള തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇതുപോലെയുള്ള ഒരു ത്രികോണം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു കോണിൻ്റെ അളവ് 40 ഡിഗ്രി, 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ മട്ടമല്ലാത്ത മറ്റേ കോണിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ അളവാണ്. മട്ടകോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 90 ഡിഗ്രി അല്ലേ? ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവിടെ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടണം? 90 + 40 = എത്രയാ? 90 + 40 എത്രയാണ്? 130 അല്ലേ? അപ്പോൾ 180-ൽ നിന്നും 130 കുറയ്ക്കുമ്പം എത്ര കിട്ടും? 50 കിട്ടും. അപ്പോൾ ഇവിടുത്തെ അളവ് എത്രയാ? 50 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുന്ന സമയത്ത് 180. പെട്ടെന്ന് കണ്ടുപിടിക്കാലോ. അടുത്തൊരു ത്രികോണം തന്നിട്ടുള്ളത്, ട്രയാങ്കിൾ ഇതുപോലെയാണ് തന്നിട്ടുള്ളത്. അതിൽ ഇവിടുത്തെ അളവ് തന്നിട്ടുണ്ട് 72 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കോണുകളും തുല്യമാണെന്നും ചോദ്യത്തിൽ പറയുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഇത് രണ്ടിൻ്റെയും അളവ് എത്രയാ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ പറയാം? ഒരു ത്രികോണത്തിലെ ഒരു കോൺ 72 ആണ്, മറ്റ് രണ്ട് കോണുകൾക്ക് ഒരേ അളവാണ്. അവ ഏതൊക്കെ? An angle of a triangle is 72. The other two angles have same measure. What is they? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ 180-ൽ നിന്നും അല്ലേ 72 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 108 ആണ്. അപ്പോൾ 108 എന്ന് പറയുന്നത് ഇത് രണ്ട് കോണുകളുടെയും കൂടെ അളവാണ് അല്ലേ? അപ്പോൾ 108-ൻ്റെ പകുതിയാണ് ഒരു കോണിൻ്റെ അളവ്. അപ്പോൾ 2 കൊണ്ട് ഹരിക്കാം. 108-നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 2 കൊണ്ട് ഹരിച്ച് നോക്കണോ? 108 ഹരിക്കണം 2, 5 2 10. 8-ൽ എത്ര എണ്ണം പോവും? 4 2 8. അപ്പോൾ 54 അല്ലേ? 108-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 54. അപ്പോൾ ഇവിടെ 54, അതുപോലെ തന്നെ ഇവിടെയും 54 ഡിഗ്രി. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുന്ന സമയത്ത് 180. ഓക്കെ അല്ലേ? ഇനി താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണം ട്രയാങ്കിൾ വരയ്ക്കാനാണ് അളവുകൾ തന്നിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ ആണ് നീളം അല്ലേ താഴെ ഭാഗത്ത്. പിന്നെ 40 ഡിഗ്രി 60 ഡിഗ്രി അളവുകളാണ് കോണുകൾക്കുള്ളത്. അപ്പോൾ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ ഇതുപോലെ ഒരു ത്രികോണമാണ് തന്നിട്ടുള്ളത്, അളവുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ അളവിൽ നമുക്ക് വരയ്ക്കണമെങ്കിൽ ഇവിടെ 2 കോണുകളുടെ അളവുകളാണ് തന്നിട്ടുള്ളത്, മൂന്നാമത്തെ തന്നിട്ടില്ല. അപ്പം നമുക്കിവിടെ പേര് കൊടുക്കാം. ആദ്യം തന്നെ A B C. അങ്ങനെയെങ്കിൽ എയുടെയും സിയുടെയും അളവുകൾ തന്നിട്ടുണ്ട്. ബിയുടേത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്, 180 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാ? 180 ഡിഗ്രി. അതായത് ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക സമം ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക സമം 180 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് അങ്ങനെ എഴുതാം. കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180 ഡിഗ്രി.
കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180 ഡിഗ്രി. അപ്പോൾ കോൺ എ എത്രയാണ്? 40 പ്ലസ് കോൺ ബി തന്നിട്ടില്ല, കോൺ ബി പ്ലസ് കോൺ സി 60. അപ്പോൾ എത്ര കിട്ടി? അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അപ്പം നമുക്ക് എന്തെഴുതാം? ഇത് രണ്ടും കൂടെ കോൺ എയും കോൺ സിയും കൂടെ കൂട്ടുമ്പോൾ 40 പ്ലസ് 60 എത്രയാ? 100 അപ്പം നമുക്ക് 180 നിന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 80 കിട്ടും. അപ്പം നമുക്ക് മനസ്സിലായില്ലേ? കോൺ ബി സമം 80. അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുക, എന്നിട്ട് 180 അങ്ങ് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ ഉള്ള 80 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100, 180ലേക്ക് ബാക്കി 80. അത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ കോൺ ബി സമം കോൺ ബി സമം 80. അപ്പം നമുക്കൊന്ന് വരച്ച് നോക്കാം. വരയ്ക്കുമ്പം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവണ്ടേ? ആദ്യം നമുക്ക് 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈന് വരയ്ക്കാം. അതിനുശേഷം പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ ലൈന് നമുക്ക് എ ബി എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് എയിൽ നമ്മൾ ഈ പ്രൊട്രാക്ടർ വെച്ച് കറക്റ്റ് ആക്കിയിട്ട് ബിയിലേക്കാണ് ലൈന് പോകുന്നത്. അപ്പോൾ 40 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഇവിടെയാണ് 40ന് നേരെ കുത്തിടുക. ഇനി ബിയിൽ എത്രയാണ്? ബിയിൽ നമ്മൾ കണ്ടുപിടിച്ചു 80. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 80ൽ കുത്തിടുക. അപ്പോൾ നിങ്ങൾ ഓരോന്ന് വേണമെങ്കിൽ ആദ്യം വരച്ചോളൂ കേട്ടോ, മാറിപ്പോവരുത്. ഇപ്പോൾ ബീൻ്റെ 80ലേക്ക് ആദ്യം ഒന്ന് വരച്ചു കൊടുത്തു. അതുപോലെ എയിൽ നിന്നും 40ലേക്കും വരച്ചു. അപ്പോൾ അത് കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് ഒരു കോണായല്ലോ. അപ്പോൾ നമുക്കത് 60 ഡിഗ്രി ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 0 എന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും 60 ഡിഗ്രി കണക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ എ 40 ഡിഗ്രി, ബി 80 ഡിഗ്രി. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എൻ്റെയും ബീൻ്റെയും അളവെടുത്ത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കൂട്ടിച്ചേരുമ്പോൾ ഇത് 60 ഡിഗ്രി ആവുന്നുണ്ട്. അപ്പം മൊത്തം 180 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ചോദ്യം. ചിത്രത്തിൽ ചതുരത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ത്രികോണത്തിൻ്റെ ഈ അളവുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതാ ഒരു റെക്റ്റാങ്കിൾ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം എന്ത്, ഇതുപോലെ ഇങ്ങനെ നേരെ വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും അളവ്? ഇത് രണ്ടും കൂടെ ഉള്ള അളവ് എത്രയായിരിക്കും? ഈ രീതിയിൽ അല്ലേ? മട്ടകോണായിരിക്കും. രണ്ടും കൂടെ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. മട്ടകോണാണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒന്ന് പേര് കൊടുക്കാം. എ ബി സി ഡി, പിന്നെ ഇവിടെ നമുക്ക് O എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? കോൺ ഡി സി ഒ എത്രയാണ്? 25 ഡിഗ്രി. കോൺ ഡി സി ഒ 25 ഡിഗ്രി ആണെങ്കിൽ അപ്പോൾ ഇതെത്രയായിരിക്കും? കോൺ എ സി ഒ എത്രയായിരിക്കും? 90ൽ നിന്ന് 25 കുറച്ചാൽ പോരെ, ബാക്കി ഇവിടെ കിട്ടുമല്ലോ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 കിട്ടണം അല്ലേ? ഒരു ചതുരത്തിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ കോണാണിത്. ഇതിൻ്റെ കുറഞ്ഞ ചെറിയ ഭാഗമാണ് എന്ത്? ത്രികോണമായിട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 കിട്ടണം. അപ്പം നമുക്ക് ആദ്യം തന്നത് എഴുതാം. കോൺ ഡി സി ഒ സമം കോൺ ഡി സി ഒ സമം എത്രയാ? 25 ഡിഗ്രിയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കാം. കോൺ എ സി ഒ സമം കോൺ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. ഏതിൽ നിന്ന്? 90ൽ നിന്ന് 25 കുറച്ചാൽ എത്ര കിട്ടും? 65. അപ്പോൾ ഇവിടെ 65ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90. അപ്പോൾ ഇവിടുത്തെ അളവ് കിട്ടിയല്ലോ. ഇവിടെ ഇനി തന്നിട്ടുള്ള നോക്കിക്കേ. കോൺ ഒ എ സി കോൺ ഒ എ ബി സമം ഇവിടെ തന്ന നോക്കിക്കേ. കോൺ ഒ എ ബി സമം എത്രയാ തന്നിട്ടുള്ളത്? 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 90 കിട്ടണം. അപ്പോൾ 40ൽ അല്ലേ? 90ൽ നിന്ന് 40 പോയാൽ എത്രയാ? കോൺ നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഒ എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. കോൺ ഒ എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 90ൽ നിന്ന് 40 കുറച്ചാൽ എത്ര കിട്ടും?
50 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇവിടെ 50 കേട്ടോ. അപ്പോൾ മട്ടകോണായതുകൊണ്ട് തന്നെ എന്താണ് 90 ഡിഗ്രിയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ വഴി എഴുതുക കേട്ടോ. മട്ടകോണായതുകൊണ്ട് 90 ഡിഗ്രിയാണ് ഒരു കോണ് വരും. ചതുരത്തിൻ്റെ ഒരു കോണ് 90 ഡിഗ്രിയാണ്. 4 കൂടെ 360 അല്ലേ വരിക. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 കിട്ടി. അപ്പം നമുക്ക് ട്രയാങ്കിളിൻ്റെ അളവ് കിട്ടാൻ ഇവിടെ 65ഉം ഇവിടെ 50ഉം കിട്ടി. 65ഉം 50ഉം എത്രയാണ്? എ എന്ന് പറയുന്നത് എൻ്റെ അവിടെ നമുക്ക് കണ്ടുപിടിച്ചത് 50 സീൻ്റെ അവിടെ നമ്മൾ 65 കണ്ടുപിടിച്ചു. അപ്പം 50 + 65 എത്രയാ? 115. അപ്പം 180 നിന്ന് 115 കുറച്ചാൽ എത്ര കിട്ടും? 65 അല്ലേ? 65 കിട്ടും. അപ്പോൾ ഇവിടെയും നമുക്ക് 65 എന്നാണ് കിട്ടുക. മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? 180 നിന്ന് കുറയ്ക്കുക. പുറത്തുള്ളത് കൂട്ടണ്ട കേട്ടോ, ഉള്ളിലുള്ളത് രണ്ടും കൂടെ കൂട്ടുക. 180 നിന്ന് കുറയ്ക്കുക. അപ്പോൾ 65ഉം 65ഉം 130ഉം 50ഉം 180. അപ്പോൾ ത്രികോണത്തിൻ്റെ കോണുകൾ കിട്ടിയല്ലോ. അപ്പോൾ ഇപ്പം തന്നെ ക്ലാസ് ഒരുപാട് സമയം ആയതുകൊണ്ട് ബാക്കി ലാസ്റ്റ് പേജിലെ വർക്ക് വേറൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഒന്ന് കമൻറ്റും ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.